Meet the editors. മാസപ്പടി വിവാദത്തിൽ വീണ വിജയന്റെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടഞ്ഞ് കർണാടക ഹൈക്കോടതി. എക്സാലോജിക് സമർപ്പിച്ച ഹർജി ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. അന്വേഷണത്തിന്റെ ഭാഗമായി SFIO ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ വീണ വിജയന് കോടതി നിർദ്ദേശം നൽകി. എക്സാലോജിക്കിന്റെയും CMRLന്റെയും സാമ്പത്തിക ഇടപാടുകളിൽ സംശയങ്ങളുണ്ട് എന്ന് SFIO കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വീണ വിജയന് താൽക്കാലിക ആശ്വാസം നൽകുന്ന നടപടിയാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇടക്കാല ഉത്തരവിൽ വിധി പറയുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കേന്ദ്ര സർക്കാരിന് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടന്നിട്ടില്ലെന്നും നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തതെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. SFIO അന്വേഷണം നിയമവിരുദ്ധമെന്ന വാദമാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അരവിന്ദ് P. ദത്താർ കോടതിയിൽ ഉന്നയിച്ചത്. SFIO അന്വേഷിക്കേണ്ട തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള കേസല്ലെന്നും ദത്താർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേടില്ല. രണ്ടു കമ്പനികൾ തമ്മിൽ സോഫ്റ്റ്വെയർ കൈമാറിയതിൽ എന്താണ് പൊതു താൽപര്യമെന്നും എക്സാലോജിക് ചോദിച്ചു. എന്നാൽ കമ്പനിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു SFIOയുടെ സത്യവാങ്മൂലം. എക്സാലോജിക് ഗുരുതര നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ SFIO കമ്പനിയുടെ ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണെന്നും കോടതിയെ അറിയിച്ചു. നികുതി അടച്ചതുകൊണ്ട് മാത്രം നിയമപരമാകില്ല. സംസ്ഥാന നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യമാണെന്നും രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയതിനാൽ പൊതു താൽപര്യം ഉൾപ്പെടുമെന്നും SFIOയുടെ എതിർ സത്യവാങ്മൂലത്തിലുണ്ട്. കേസ് ഇടക്കാല ഉത്തരവ് വിധി പറയുന്നതിനായി കർണാടക ഹൈക്കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. റിപ്പോർട്ടർ, കൊച്ചി. കേസ് ഗുരുതരമാകുന്നു എന്നതാണ് ചോദ്യം. സമയം 9:43. അതിനനുസരിച്ച് സമയം ഓരോരുത്തരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം സുജയിൽ നിന്നും. ഓക്കെ, ഇതിൽ എക്സാലോജിക് കമ്പനി അത് ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് പോയതിന് ശേഷവും എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയക്കുന്നത്? ആ ചോദ്യം ഇന്ന് SFIO ഉയർത്തി. ആ ചോദ്യം വളരെ റിലവൻ്റ് ആണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഡോർമെൻ്റ് ആയ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ക്ലിയർ ആണ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എല്ലാം നീറ്റാണ് എങ്കിൽ ഈ അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ കൈമാറുന്നതിന് തടസ്സം എന്താണ്? കർണാടക ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ, ക്രമക്കേടുണ്ടെങ്കിൽ ഹർജിക്കാർക്ക് ചൂണ്ടിക്കാട്ടാമല്ലോ എന്ന് കേന്ദ്ര സർക്കാർ SFIO ഇവർ വാദിക്കുന്നുണ്ട്. ഇതിൽ ഹർജിക്കാരെ അറസ്റ്റ് ചെയ്യില്ല, നോട്ടീസ് അയക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ആ നോട്ടീസിന് മറുപടി നൽകേണ്ടത്, അതായത് ആവശ്യമായ രേഖകൾ നൽകാനായി സമയം ഈ മാസം 15-ാം തീയതി വരെ, മറ്റന്നാൾ വരെ അനുവദിച്ചിട്ടുണ്ട് എന്നും കൃത്യമായി പറയുന്നു. അപ്പോൾ ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ കേസിൽ ഉത്തരവിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ എക്സാലോജിക്കിനായി ഹാജരായ അഭിഭാഷകൻ ആധാർ കേസിലടക്കം, അതായത് പ്രമാദമായ കേസുകളിൽ ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അരവിന്ദ് ദത്താറിനെയാണ് ഇന്ന് എക്സാലോജിക്കിനായി നമ്മൾ കർണാടക ഹൈക്കോടതിയിൽ കാണുന്നത്. അപ്പോൾ ഈ കേസിന് എത്രത്തോളം ഈ ചോദ്യം തന്നെ ഗുരുതരമാകുന്നു എന്നാണ്. ഈ കേസിന്റെ ഒരു ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമുള്ള സ്വഭാവം എക്സാലോജിക്കിന് മനസ്സിലായിട്ടുണ്ട്. എക്സാലോജിക്കിന് വിശദീകരിക്കാൻ ഒരു ഫോറം ഉണ്ടായിരുന്നില്ല. വീണ വിജയന് കാര്യങ്ങൾ ചോദിക്കാതെയാണ്, അല്ലെങ്കിൽ വീണ വിജയനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ തേടാതെയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നൊക്കെയുള്ള വാദങ്ങൾ തൽക്കാലം എടുത്ത് മാറ്റിവെക്കാം. കാരണം കൃത്യമായി മറുപടി പറയാനുള്ള അവസരമുണ്ടായിട്ടും ആ മറുപടി നൽകാൻ തയ്യാറാകാത്ത ഒരു എക്സാലോജിക്കിനെയും വീണ വിജയനെയുമാണ് നമ്മൾ കാണുന്നത്. SFIOയുടെ സത്യവാങ്മൂലം കൂടി നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് ROCയുടെ അന്വേഷണത്തിൽ നിന്ന് നേരത്തെ മെയ് 12-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന ആ അന്വേഷണത്തിൽ നിന്ന് SFIO കയറി വരാനുള്ള കാരണമെന്തെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അതായത് ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് എക്സാലോജിക്ക് ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായി പോകുമ്പോൾ അവരുടെ പക്കലുള്ളത് എന്ന് SFIOയ്ക്ക് കൃത്യമായി സ്ഥാപിക്കാൻ ഇന്നത്തെ വാദങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്വേഷണം എന്താണ്, 31-ാം തീയതി അന്വേഷണത്തിലേക്ക് വരുന്നു. അന്വേഷണം എന്താണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് തരുന്ന ആ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകുകയും ആ അന്വേഷണവുമായി സഹകരിക്കുകയും വേണം. അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി അവിടെ പറഞ്ഞ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കോടതിയിലേക്ക് എക്സാലോജിക്ക് എത്തുമ്പോൾ എക്സാലോജിക്കിന് നേരെ വന്ന പരാതിയുടെ സമയപരിധി കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. 2020 നവംബർ മാസം 12-ാം തീയതിയാണ് എക്സാലോജിക്കിന്റെ ഇല്ലീഗൽ ട്രാൻസാക്ഷന് എതിരെയുള്ള ആദ്യ പരാതി ബംഗളൂരു ROCക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് സെക്ഷൻ 206 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ആദ്യത്തെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിമുളച്ച ഒരു അന്വേഷണമല്ല എന്നത് ഒന്നാമത്തെ കാര്യം.
അതനുസരിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് കഴിഞ്ഞിട്ട് വിവരങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൊടുക്കുന്നത് 2021 ജനുവരി മാസം 29-ാം തീയതിയാണ്. അതിൽ ചില വിവരങ്ങൾ മാത്രമാണ് കൈമാറുന്നത്, ചില ഡോക്യുമെന്റ്സ് ഒന്നും കൈമാറുന്നുമില്ല. അതിനുശേഷമുള്ള അടുത്ത നോട്ടീസ് വരുന്നത് കഴിഞ്ഞ വർഷം 2022 ഫെബ്രുവരി 22-ാം തീയതിയാണ്. അതിനുശേഷം കൊടുത്ത ഡോക്യുമെന്റ്സ് അത് ഇൻഅഡിക്വേറ്റ് എന്നാണ് SFIO ഇന്ന് കർണാടക ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തിട്ടും അതിനനുസരിച്ച് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ രേഖകൾ ഹാജരാക്കാനോ വീണ വിജയനോ എക്സാലോജിക്കോ തയ്യാറായിട്ടില്ല എന്നത് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ SFIO വ്യക്തമാക്കുന്നുണ്ട്. ROC ടീം രൂപീകരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ആ അന്വേഷണം പൂർത്തിയാക്കാതെ അതിലെ ഫൈൻഡിങ്സ് എന്താണെന്ന് വ്യക്തമാക്കാതെ SFIOക്ക് കൈമാറിയത്? അതാണിപ്പോൾ കേരള ഹൈക്കോടതിയിലും അതുപോലെ കർണാടക ഹൈക്കോടതിയിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയപരിധി 8 മാസം ഉണ്ടെങ്കിൽ പോലും ഒരു ഇന്ററിം സ്റ്റാറ്റസ് റിപ്പോർട്ട് അത് 30-ാം തീയതി ജനുവരി മാസം 30-ാം തീയതി കൊടുത്തിട്ടുണ്ട്. അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് SFIOയുടെ അന്വേഷണമാണ്. SFIO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ കൃത്യമായി അങ്ങനെ അന്വേഷിക്കേണ്ട, പലതലത്തിൽ അന്വേഷണം നടത്തേണ്ട, പല രേഖകൾ പിടിച്ചെടുക്കേണ്ട, അത് എക്സാലോജിക്കിൽ നിന്ന് മാത്രമല്ല CMRL നിന്നും അതുപോലെ തന്നെ KSIDCയിൽ നിന്നും വിവരങ്ങൾ പിടിച്ചെടുക്കേണ്ട അങ്ങനെ അധികാരപരിധിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മാത്രം നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ഇന്ററിം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇന്ററിം റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താൻ പോലും സമ്മതിക്കാതെ തടയുന്ന സമീപനം എടുത്തിരിക്കുന്നത് KSIDCയും എക്സാലോജിക്കുമാണ്. CMRLന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അല്ല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രേഖകൾ കൈമാറില്ല എന്ന് പറയുന്നത് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. അവർ കേരള ഹൈക്കോടതിയിൽ വരുന്നു. എക്സാലോജിക്ക് ഈ അന്വേഷണം റദ്ദാക്കണം, ഈ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, തടയണം എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഒളിക്കാൻ പലതുമുണ്ട്, അത് വെളിച്ചത്തേക്ക് വരുത്തുന്ന തരത്തിൽ ഈ അന്വേഷണം നടന്നേ പറ്റൂ. അറസ്റ്റ് ഉണ്ടാകില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. വീണ വിജയൻ ആശ്വാസം എന്ന് തലക്കെട്ടിടാറായിട്ടില്ല. അന്വേഷണം തുടരും. രേഖകൾ 15-ാം തീയതിക്കുള്ളിൽ കൈമാറണമെന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണത്തെ ഭയക്കുന്നത് കൊണ്ടാണോ കോടതിയിൽ പോകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് അത് അങ്ങനെ ആവുക? നമുക്കെതിരെ ഒരു ദുർബലമായ ഗ്രൗണ്ടിൽ ഒരു കേസ് വരുമ്പോൾ നമ്മൾ FIR റദ്ദ് ചെയ്യാനല്ലേ ആദ്യം കോടതിയിൽ പോവുക? ഇപ്പോൾ SFIO അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകണമെങ്കിൽ കൃത്യമായ രീതിയിൽ രേഖകൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആകണം എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് ഈ ആവർത്തിച്ച് സുജിയ പർവ്വതിയെ പോലുള്ളവർ പറയുന്നതുകൊണ്ട് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ധാരണയില്ല എന്ന് വെച്ചോ, നമുക്കെതിരെ ഒരു ക്ലിയർ കേസ് വന്നു എന്ന് വെച്ചോ, നമ്മൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുക. FIR റദ്ദ് ചെയ്യണമെങ്കിൽ എന്താ സാധാരണ ഇതിൽ സംഭവിക്കുക? FIR റദ്ദ് ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരടിസ്ഥാനവുമില്ല, ഒരു കേസായി പ്രോസിക്യൂഷനുള്ള ഒരു സാധനവുമില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. FIR റദ്ദ് ചെയ്യണമെങ്കിൽ ഈ അന്വേഷണം SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം, അങ്ങനെ ഒരു അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കേസും ഇല്ല എന്ന് പറയണം. മറ്റേത് സംശയത്തിൻ്റെ ആനുകൂല്യം മതി, ഒരു കേസും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ളവരെ FIR റദ്ദ് ചെയ്യാൻ പോവുള്ളൂ. അങ്ങനെ ആത്മവിശ്വാസമുള്ളവരെ SFIO അന്വേഷണം പൂർണ്ണമായും സ്റ്റേ ചെയ്യണം, ഈ അന്വേഷണം പാടില്ല എന്ന് പറയുള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ SFIO ഇന്നത്തെ കോടതി നടപടികളിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? SFIO നടത്തുന്ന അന്വേഷണം ആരിലേക്കാണ് നീങ്ങുന്നത്? ഇന്നത്തെ പ്രൊസീഡിങ്സ് നോക്കുക. SFIOക്ക് വേണ്ടി ഹാജരായ നേരത്തെ അരവിന്ദ് ദത്താറിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണെന്ന്. ആരാണ് SFIOക്ക് വേണ്ടി ഹാജരായത്? അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത്. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ റാങ്കിലുള്ള ഒരാൾ കർണാടക ഹൈക്കോടതിയിൽ വന്നിട്ട് SFIOക്ക് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ജില്ലാ കോടതിയിൽ വാദിക്കുന്ന ഒരാളെ അങ്ങോട്ടേക്ക് അയക്കണമായിരുന്നു എന്നുള്ള വാദം വളരെ കറക്റ്റാണ്. പ്രധാനമായും ASG വാദിച്ചത് എന്താണ്? അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചത് എന്താണ്? ഒന്ന്, CMRLൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യം വന്നിരിക്കുന്നു. രണ്ട്, 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർക്ക് എന്ന് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 3, 1.72 കോടി രൂപ ഒരു സേവനം നൽകാതെയാണ് വീണ വിജയന് നൽകിയിട്ടുള്ളത്. 4, വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഈ കേസിൽ സമഗ്ര അന്വേഷണം നടത്താൻ SFIOയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 5, CMRLൻ്റെ പല ഇടപാടുകളും ദുരൂഹമാണ്. ഇതിൽ നിന്ന് എന്താണ്, ഈ വാദത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒന്ന്, SFIL അന്വേഷണം തൈക്കണ്ടിയിൽ വീണ എന്ന ഒറ്റയാളിൽ ഒതുങ്ങുന്നില്ല. നോക്കൂ, നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ തന്നെ SFIO അന്വേഷിക്കാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക്, ഉദ്യോഗസ്ഥർക്ക്, മാധ്യമപ്രവർത്തകർക്ക്, പോലീസുകാർക്ക്, അമ്പലങ്ങൾക്ക്,
നിയമവിരുദ്ധമായി നൽകിയിട്ടുള്ള ഫണ്ടാണ്. ആ കാര്യമാണ് SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 135 കോടിയുടെ കാര്യമാണ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻകം ടാക്സ്, അവർ പറയുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് 70% നികുതി ഇളവ് നൽകി പ്രോസിക്യൂഷണൽ ഇമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ടെങ്കിലും SFIOയ്ക്ക് അത് അന്വേഷിക്കാൻ കഴിയും എന്നാണ് ഈ കോടതിയിലെ വാദത്തിനിടയിൽ SFIOയ്ക്ക് വേണ്ടി വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ സാറ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം ഞാൻ വളരെയധികം തീണ്ടിപ്പോകുന്നില്ല. പൊളിറ്റിക്സ് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. നോക്കൂ, നമ്മളെല്ലാ ജനറൽ ഇലക്ഷനെയും എടുത്തോളൂ, അവസാനത്തെ 2 മാസങ്ങളിൽ വരുന്ന വിഷയമാണ് തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുക. ഇവിടെ അവസാനത്തെ 2 മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ വിജയനെ ചോദ്യം ചെയ്യണം, 1. 2, മലിനീകരണ നിയന്ത്രണ ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയനിലേക്ക് എത്തണം. ഈ 2 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സോക്കോൾഡ് സത്യസന്ധമായ ഏജൻസിയായ SFIOയുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം. അവിടെയാണ് വീണ തൈക്കണ്ടിയിൽ എന്നയാൾ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ പോയി ഈ അന്വേഷണത്തിൽ യാതൊരു കഴമ്പുമില്ല, അത് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം രാഷ്ട്രീയ ലക്ഷ്യം? ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അല്ലേ BJPയുടെ മുഖ്യ എതിരാളി? അപ്പോൾ പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഈ കേസ് പൊക്കിക്കൊണ്ടുവരുന്നതിൽ എന്താണ് കാര്യം എന്ന സ്വാഭാവികമായ ചോദ്യം വരാം. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് എന്തായാലും സീറ്റ് കിട്ടും. കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2ാമത്തെ സർക്കാരാണ്, ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. ആ സാഹചര്യത്തിൽ UDFന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഇവിടെ UDFന് 18 സീറ്റ് എന്ന നിലയിലോ 2 സീറ്റ് BJPക്ക് കിട്ടുന്ന നിലയിലോ ഒരു ടാലി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നാണ് ഒരു പ്രാഥമിക പരിശോധനയിൽ, രാഷ്ട്രീയത്തിലെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാകും. നമുക്ക് നമ്മൾ മറ്റൊരു സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ തെലങ്കാനയിൽ BRSന് കൂടുതൽ സീറ്റ്, 2ാമത്തെ സീറ്റ് BJPക്ക് കിട്ടുമ്പോൾ നമ്മളെ അസസ് ചെയ്യുന്നത് എന്താണ്? നോക്കൂ, അവിടെ BRSനെതിരായിട്ടുള്ള മുഖ്യ എതിരാളിയായി BJP വന്നിരിക്കുന്നു, അവിടുത്തെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. സമാനമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് എന്നാണ്. നോക്കൂ, സ്വപ്നങ്ങൾ കാണാൻ ഇവിടെ യാതൊരു നികുതിയില്ല കേട്ടോ, ഒരു പൈസ പോലും കൊടുക്കണ്ട. മുങ്കേരിയിലാൽക്കെ ഹസീൻ സ്വപ്നയെ കണ്ടിട്ടുണ്ടോ? നല്ല സീരിയലായിരുന്നു, ഗംഭീര സീരിയലാണ്. ഇത് നരേന്ദ്രമോദിക്ക് ഹസീൻ സ്വപ്നയാണ്, അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമൊന്നും ഉണ്ടാവും, SFIO അന്വേഷണം നിർത്തൽ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതുണ്ടെങ്കിൽ തന്നെയും അതിനെ മറികടക്കാനുള്ള നിയമപരമായ വഴികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വരുമ്പോഴേക്കും രമേശ് ചെന്നിത്തല വരും, ഉമ്മൻചാണ്ടി വരും, PK കുഞ്ഞാലിക്കുട്ടി വരും, ഇബ്രാഹിം കുഞ്ഞ് വരും, ഇനി ബാക്കിയുള്ളവർ വരും. നമുക്ക് ഈ റെക്കോർഡ്സൊക്കെ ഈ കൊച്ചിയിലുണ്ട് സ്മൃതി, ഈ കൊച്ചിയിൽ ഗുരുതരമാകുന്നുണ്ട്. അപ്പോൾ ഗുരുതരമാകുന്നുണ്ടെന്ന് വെച്ചാൽ ഗുരുതരമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത്. ശരി, അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ വീണ വിജയൻ വലിയ ധൈര്യത്തോടു കൂടിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയതെന്നാണ് നികേഷ് കുമാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ കേസ് SFIO അന്വേഷിച്ചാൽ അത് UAPA പോലെയാകും. അതുകൊണ്ട് അത് വേറെ ഗുരുതര സ്വഭാവത്തിലുള്ള രൂപത്തിലേക്ക് പോകും എന്നുള്ളത് ആ ആശങ്കയുടെ പുറത്താണ് അങ്ങോട്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് വീണയുടെ അഭിഭാഷകൻ വാദിച്ചതിൽ പ്രധാനപ്പെട്ട വാദം അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ അറസ്റ്റ് പാടില്ല, വിധി പറയുന്നവരെ കടുത്ത നടപടി പാടില്ല എന്നൊക്കെ കോടതി പറയുന്നു. പക്ഷേ ഈ SFIO ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ വീണ ഹാജരാക്കേണ്ടതുണ്ട്. അത് ഹാജരാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ രേഖകൾ നേരത്തെ ഹാജരാക്കിയിട്ടില്ല എന്നിടത്താണ് ഈ വിഷയം വരുന്നത്. ഈ ഹർജിയിൽ തന്നെ ആ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇല്ല, ROC ആവശ്യപ്പെട്ട ROCയുടെ റിപ്പോർട്ട് ബംഗളൂരുവിന്റെ ഹർജി എടുത്തു നോക്കൂ. ശരി, അപ്പോൾ ROC ആവശ്യപ്പെട്ടപ്പോൾ അതെന്തുകൊണ്ടാണ് ROC ആവശ്യപ്പെട്ടത്? പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഏതാ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് എന്നുള്ള തിരിച്ചുള്ള ചോദ്യമാണ്. ആവർത്തിച്ച് നമ്മൾ ആ ചോദ്യങ്ങൾ പ്രാഥമിക റിപ്പോർട്ടുകൾ, ശരി, ROCയുടെ റിപ്പോർട്ടിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സേവനം തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാനായിട്ടില്ല എന്നുള്ളതാണ്. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, കമ്പനി മരവിപ്പിക്കാൻ വീണ നൽകിയ അപേക്ഷയിൽ പോലും ഹാജരാക്കിയത് വ്യാജരേഖകളാണ്, തെറ്റായ വിവരങ്ങളാണ്. അപ്പോഴാണ് തടവ്, പിഴ കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തണം എന്നൊക്കെയാണ് ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഷെൽ കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്നാണ് എറണാകുളം ROC പറയുന്നത്. അപ്പോൾ ഇത്തരം ഗുരുതരമായ കാര്യങ്ങളുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇവിടെ പരിശോധിച്ചാൽ പോരാ, അതിലപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന നിലപാടെടുത്ത ROCയാണ്. അപ്പോൾ
അത്രയും ഗുരുതരമായതുകൊണ്ടാണ് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന SFIയിലേക്ക് പോയിരിക്കുന്നത്. അത് തെളിയിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കട്ടെ, അത് ഭയമില്ലാതെ തെളിയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗുരുതരമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസുണ്ട്. ആ കേസിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പാർട്ടിയും അക്കാര്യത്തിൽ വ്യക്തത വരുത്താതിരിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഇന്നിപ്പോൾ സഭയിൽ പോലും അക്കാര്യം മിണ്ടരുത് എന്ന ഒരു സമീപനം എടുക്കുന്നു എന്നുള്ളത് ജനം കാണുന്നുണ്ട്. ഉണ്ണിബാലകൃഷ്ണൻ. 3 രീതിയിൽ ഈ കേസ് ഗുരുതരമാണ്. ഞാൻ വിചാരിക്കുന്നില്ല SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കർണാടക ഹൈക്കോടതി തയ്യാറാകുമെന്ന്. ഇനി സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും തയ്യാറായാൽ അത് സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകും. സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് തടയുന്നൊരു സ്വഭാവം സുപ്രീം കോടതിക്കില്ല. മാത്രവുമല്ല, ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിക്കില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 രീതിയിലാണല്ലോ ഇത് ഗുരുതരമാവുന്നത് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത്, നേരത്തെ നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്തൊരു പൊതു താല്പര്യമുണ്ട്. ആ പൊതു താല്പര്യം എന്ന് പറയുന്നത് ഈ 135 കോടി രൂപയാണ്. CMRൽ രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്ന 135 കോടി രൂപയാണ് ഇതിനകത്ത് പൊതു താല്പര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പൊതു താല്പര്യം, ആ 135 കോടി രൂപയുടെ അന്വേഷണം നടത്തും. SFIക്ക് നടത്തിയേ മതിയാവുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നിട്ട് CMRൽ ഈ രേഖകളെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തത്. രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ട് KSIDCയുടെ റോൾ എന്താണെന്നുള്ളതാണ്. KSIDC ഈ നോമിനി ഡയറക്ടറായിട്ടിരുന്നു കൊണ്ട് ഈ പറയുന്ന 135 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലിയായി നൽകുന്നതിന് ഒത്താശ ചെയ്തിട്ടുണ്ടോ? ഇനി ഒത്താശ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് KSIDC അവർക്ക് കിട്ടേണ്ട ലാഭവിഹിതം ആവശ്യപ്പെടാത്തത്? ഇതാണല്ലോ അവിടുത്തെ രണ്ടാമത്തെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ. KSIDC മറുപടി പറയണം. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ KSIDC പറഞ്ഞത് ഇതുമായിട്ടൊന്നും ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നാണ്. 135 കോടി രൂപ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആൾ ഏതായാലും CMRൽ രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് വിചാരിച്ച അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത പൈസയല്ല ഈ രാഷ്ട്രീയക്കാർക്ക്. അത് ആ ലാഭത്തിൽ നിന്ന് കൊടുത്ത പൈസയാണ്. ആ ലാഭത്തിൻ്റെ വിഹിതം KSIDCക്ക് കിട്ടണം. KSIDCക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. കാരണം 13.4% ഓഹരി KSIDC CMRൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് പൊതുഖജനാവിലെ പണമെടുത്തിട്ടാണ്. ആ പൈസ തിരിച്ച് ഖജനാവിലേക്ക് അതിൻ്റെ ലാഭമായിട്ട് വരേണ്ടതുണ്ട്. KSIDC അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ രീതിയിൽ ആ കേസ് ഗുരുതരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്, സ്വാഭാവികമായും വീണയുടെ കേസും ഗുരുതരമാകും. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ 210 എന്ന് പറയുന്ന വകുപ്പിൽ ROCയുമായി ബന്ധപ്പെട്ട കേസാണ് ഫൈനടച്ച് തീരും. ആ കേസ് 212 എന്ന് പറയുമ്പോൾ ഇന്നിപ്പം എക്സാലോജിക്കിൻ്റെ തന്നെ അഭിഭാഷകൻ പറഞ്ഞ കണക്ക് അത് വളരെ ഗുരുതരമായൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. UAPAക്ക് സമാനമാണ്. അതുകൊണ്ട് ജാമ്യം പോലും കിട്ടില്ല. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഒരു സൂചനയാണ്. ഇനി യാതൊരു തരത്തിലുള്ള കൊയറസീവ് ആക്ഷനും ഞാൻ ഫർദർ ഓർഡർ പറയുന്നത് വരെ ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൗൺസിൽ പറയുന്നത് ലെറ്റ് ദം റിപ്ലൈ ടു മൈ നോട്ടീസ്, ഐ ഹാവ് ഗിവൺ ടൈം ടിൽ February 15. 15-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്, എൻ്റെ നോട്ടീസിന് റിപ്ലൈ ചെയ്യണം. അപ്പം കോടതി പെറ്റീഷണറോട് പറയുകയാണ്, വാട്ട് എവർ ഡോക്യുമെൻറ്റ്സ് ദേ ഹാവ് സോട്ട് ഫോർ പ്ലീസ് പ്രൊവൈഡ്. അവരാവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രേഖകളും നിങ്ങൾ കൊടുക്കണം. ഇത് 15-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ ഏതായാലും വീണയ്ക്ക് ആ രേഖകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യത്തിലും ഈ കേസ് ഗുരുതരമാകും. അങ്ങനെ ഗുരുതരമാകുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എക്സാലോജിക്കിൻ്റെ ഈ ആർഗ്യുമെൻറ്റ് UAPA പോലുള്ളൊരു കടുത്ത വകുപ്പാണ് വന്നിരിക്കുന്നതെന്നും ജാമ്യം പോലും കിട്ടത്തില്ലെന്നും അറസ്റ്റ് പോലും ഭയക്കുന്നു എന്നുമുള്ള അവരുടെ വാദം വന്നിരിക്കുന്നത്. ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഈ മൂന്നും ഒരു തുടർച്ചയാണ്. CMRൽ 135 കോടി പോയ വഴി അന്വേഷിക്കപ്പെടും. അത് ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. അതിനൊത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ KSIDC മറുപടി പറയേണ്ടി വരും. അതും ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇനി ഈ 135 കോടി രൂപ വാങ്ങിച്ചതിൽ ഒരാൾ പിണറായി വിജയനാണ് എങ്കിൽ പിണറായി വിജയൻ അത് സംഭവിച്ചിട്ടില്ല. PV പിണറായി വിജയനാണെന്ന് ആ രേഖയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ. അതിൻ്റെ മറ്റൊരറ്റത്ത് പറയുന്നത് ഈ പറയുന്ന പ്രോമിനൻ്റായ പൊളിറ്റീഷ്യൻ്റെ മകളാണ് വീണ വിജയൻ എന്നുള്ളത് കൂടി ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മറ്റ് സ്ഥലത്ത് പണം വാങ്ങിച്ച ആളുടെ മകളാണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ആളിന് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഏതായാലും ഒരു ഹാഫ് സർക്കിൾ പൂർത്തിയായിട്ടുണ്ട്. ഈ 1.72 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് താൻ എന്ന കാര്യത്തിൽ വീണ വിജയൻ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ GST അടച്ചിട്ടുണ്ട്, എനിക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട്, ഞാൻ നികുതി പണം അടച്ചിട്ടുണ്ടെന്നുള്ളത് അതൊരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ പൈസയ്ക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സേവനങ്ങൾ കൊടുത്തത് എന്താണെന്ന് വീണ വ്യക്തമാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കുന്നു. എൻ്റെ ആദ്യം മുതലുള്ള നിലപാട് അതാണ്. ആ പ്രശ്നം വീണയ്ക്ക് പരിഹരിക്കാൻ കഴിയട്ടെ. അല്ല എങ്കിൽ ഇത് സീരിയസ് ആയൊരു ഇഷ്യൂ ആണ്. ഒന്ന് അതിന് മറുപടിയായിട്ട്, അതായത് നോക്കൂ, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കരാർ ഏർപ്പെട്ട് ടാക്സ് അടച്ച് അതിൻ്റെ പൂർണ്ണത കൈവരിച്ചിട്ടുള്ള ഡീലാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധന നടക്കണമെന്ന് തന്നെയാണ് എൻ്റെയും വാദം. പക്ഷേ ഇവിടെ 135 കോടിയിൽ ആ പറയുന്ന രീതിയിലുള്ള ഒരു രേഖയുമില്ല. അങ്ങനെ ഈ നാട്ടിൽ നടക്കില്ല.
അങ്ങനെ നടക്കാത്ത കാര്യത്തിനകത്താണ് ഇപ്പോൾ SFIO അന്വേഷണം നടത്തുന്നതെന്നാണ് അവർ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു കാട്ടുന്ന കാര്യം അതാണ്. രണ്ടാമത്തേത്, ഒരു കോടതിയിൽ നമ്മളൊക്കെ ഒരു വിഷയം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നമ്മളൊരു FIR റദ്ദ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണം തടയാൻ വേണ്ടി പോകുന്നത് എന്ന് ഇപ്പോൾ സ്മൃതി ചോദിച്ചല്ലോ, അത് പ്രൂവ് ചെയ്യട്ടെ എന്ന്. നമ്മൾ ഒരു ഡോർമൻ സ്റ്റാറ്റസിലുള്ള കമ്പനിയാണ്. നോക്ക്, ആദ്യം ഈ പറയുന്ന ബംഗളൂരു ROCയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ബംഗളൂരു ROC ആണ് ഡോർമൻ സ്റ്റാറ്റസ് നൽകിയത് അല്ലേ. പിന്നീട് 210 പ്രകാരമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇതേ ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. പിന്നീട് വീണ്ടും 212 മേലൊരു അന്വേഷണം നടക്കുന്നതും ഇതേ ബംഗളൂരുവിൻ്റെ. നമുക്ക് 3 കാര്യങ്ങൾ ബംഗളൂരു ROC പറയുകയാണ്. ആദ്യം ഡോർമെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്നു, 2 210 അന്വേഷണം പ്രഖ്യാപിക്കുന്നു, 3 212 അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ന് കോടതിയിൽ വന്നിട്ടുള്ള ചോദ്യമുണ്ട്, 210 സംബന്ധിച്ച അന്വേഷണവുമായി ഞങ്ങൾ സഹകരിച്ചു പോവുകയായിരുന്നു, ആ അന്വേഷണം ക്യാൻസൽ ചെയ്തതായി എവിടെയും നോട്ടിഫിക്കേഷൻ ഇല്ല, ആ അന്വേഷണം നടക്കുന്നുണ്ട്. ആ 210 അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 212 SFIO അന്വേഷണം എന്നുള്ളതാണ് സ്വാഭാവിക നീതിക്കെതിരാണ്. ഒരു കോടതി എപ്പോഴും നോക്കുക സ്വാഭാവിക നീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ഇവിടെ ബംഗളൂരിലെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ശരി, നമുക്ക് ഗുരുതരമാകുന്ന അതെ, ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു മറുപടി പറയണമല്ലോ. ഇവിടെ വീണ വിജയൻ തന്നെ ഒരു കുഴി ചൂടി വെച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീണ വിജയൻ ഈ എക്സാലോജിക്ക് കൊടുത്ത പരാതിയിൽ കുഴിച്ചിരിക്കുന്ന ആ കുഴി, അതിലേക്ക് ഹൈക്കോടതി വിധിന്യായത്തിൽ കടക്കാൻ പോവുകയാണ്. അതിനുള്ള സാധ്യതയാണ് ഇന്ന് ഇപ്പോൾ തെളിയുന്നത്. അതായത് ഈ ഡോർമെന്റ് കമ്പനിയാണ് എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ കേസിൽ വിശദീകരണം ചോദിച്ചതിന് ശേഷമാണ്. ആ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അപ്പം അതിൽ 2021 വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഡോർമൻസി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് 2022 നവംബറിലാണ്. അതിൽ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ്, വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന കാര്യം മറച്ചു അതിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതായത് ഈ അന്വേഷണം 2020 വന്ന പരാതിയിൽ സമയം കുറവുള്ളത് കൊണ്ട് സമയമെടുത്ത് തന്നെ പറയാം. അല്ല, ഇത് തന്നെ വിശദമായി പറയാം. 2020 നവംബർ 12 വന്ന പരാതി, ആ പരാതിയിന്മേൽ regarding illegal transactions received against the petitioner in the office of Registrar of Companies, Bengaluru. അതാണ് ROC-ലേക്ക് വന്ന ഫസ്റ്റ് കംപ്ലൈന്റ്. ആ ഫസ്റ്റ് കംപ്ലൈൻറ്റിൻ്റെ കീഴിലാണ് ആദ്യമായി കമ്പനീസ് ആക്ട് 206 പ്രകാരം അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണം തുടങ്ങി ആദ്യമായി ഈ പെറ്റീഷണറായ, അതായത് ഈ ഹർജിയിലെ പെറ്റീഷണറായ വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടിയിൽ എന്ന എക്സാലോജിക്കിൻ്റെ മുതലാളി, ആ മുതലാളിയോട് ആദ്യമായിട്ട് നോട്ടീസ് അയക്കുന്നത് 2021 ജനുവരി മാസം 29 അതിനുശേഷമാണല്ലോ ഈ ഡോർമൻ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പോകുന്നത്. അന്വേഷണമായി ഒരു ഘട്ടത്തിലും ഈ ROC-ക്ക് വിശദീകരണങ്ങൾ കൊടുക്കുന്നതിനായി ഒരു ഘട്ടത്തിലും അനുഭാവത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഈ വീണ തൈക്കണ്ടിയിൽ എന്ന വീണ വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ SFIOയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാസ്പദമായ വിവരങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഹർജിയിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്, ഡോർമൻ സ്റ്റാറ്റസിലുള്ള കമ്പനിയാണെന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഡോർമൻ സ്റ്റാറ്റസിലുള്ള ഒരു കമ്പനി, അതായത് ഓൾറെഡി ഡോർമൻ സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിക്ക് എന്താണ് ഓപ്പറേഷണൽ ആയിട്ടുള്ള തടസ്സമുണ്ടാവുക? ഈ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ, അന്വേഷണം നടക്കുന്നതിലൂടെ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുമെന്നുള്ള ഒരു വാദം കൂടി ഇതിനിടയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അന്വേഷണം എവിടെയാ തടസ്സപ്പെടുക? അല്ല, എവിടെയാ പ്രവർത്തനം തടസ്സപ്പെടുക? ഡോർമൻ സ്റ്റാറ്റസ് ഉള്ള കമ്പനിക്ക് എവിടെയാ പ്രവർത്തനം? എന്താ പറയുന്നത്? ഇത് തന്നെയാണ് കാര്യം സർ. വീണ തൈക്കണ്ടിലിനെ ന്യായീകരിക്കുന്നതിനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഹർജിയിൽ വരുന്നില്ല. മാത്രമല്ല SFIO കൃത്യമായ ഒരു സത്യവാങ്മൂലമാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് കോടതിയിൽ കൊടുത്തത്. ശരി, നമുക്ക് നോക്കാമേ. 10 ദിവസത്തിനുള്ളിൽ കോടതി ഇക്കാര്യത്തിൽ വരുമല്ലോ. അല്ല, 10 ദിവസത്തിനുള്ളിൽ കോടതി ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഗുരുതരമാകുന്നു എന്നുള്ള കാര്യത്തിൽ 3 പേർ യെസ് എന്ന് അഭിപ്രായപ്പെടുന്നു, ഒരാൾ നോ. ആരാണ് നോ? ഞാൻ ഗുരുതരമാകുന്നു ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.